ഛത്തീസ്ഗഡിലെ സുക്മയിൽ നക്സൽ ആക്രമണം, സ്ഫോടനത്തിൽ ഒരു ജവാന് പരിക്ക്. റായ്ഗുഡേമിനും തുമൽപ്പാടിനും ഇടയിലാണ് സ്ഫോടനമുണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം, എന്താണ് ഈ സംഭവത്തെ പറ്റി നമുക്ക് അറിയാൻ കഴിയുന്നത്? എന്താണ്, ഏതെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടലുണ്ടോ? ഹഷ്മി, ഏറ്റുമുട്ടലിനിടെയല്ല ഈ ജവാന് പരിക്കേറ്റത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. മറിച്ച് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചിരുന്ന ഒരു IED പൊട്ടിത്തെറിച്ചാണ് ജവാന് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമാണ് എന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഈ റായ്ഗുഡേമിനും തുമൽപാടിനും ഇടയിൽ വെച്ചാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ ഈ നക്സലൈറ്റ് കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നക്സലൈറ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ റോഡ് നിർമ്മാണത്തിനിടെ തന്നെ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ റോഡിനടിയിൽ സ്ഥാപിച്ചു വെക്കുന്ന ഒരു പതിവ്, അത്തരത്തിലുള്ള ഒരു രീതി മാവോയിസ്റ്റുകൾക്കുണ്ട്. തുടർന്ന് ആക്രമണം നടത്തേണ്ട ഘട്ടത്തിൽ ഇതിന് ചാർജ് ചെയ്ത് സ്ഫോടനം നടത്തുകയാണ്. അത്തരത്തിലുള്ള ഒരു സ്ഫോടനമാണ് ഉണ്ടായത് എന്നുമാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. പോലീസ് അടക്കമുള്ള സുരക്ഷാ സംഘം ഈ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് വിവരം. മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷന് ഡേ ആണോ ഇത്തരത്തിൽ സ്ഫോടനമുണ്ടായത് എന്ന കാര്യവും ലഭ്യമല്ല. പോലീസ് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹഷ്മി, ഓക്കെ. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.